അവന്റെ വചനമായിട്ട് നിൽക്കുവാനായിട്ട് ദൈവം എന്നെ ബലപ്പെടുത്തി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. फिर से एक बार परमेश्वर के सम्मुख में उसके वचन के साथ खड़े होने के लिए उसने जो अवसर दिया उसको याद करते हुए मैं उसकी स्तुति करता हूँ. കഴിഞ്ഞ നാളിലൊക്കെ നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെയും ചെയ്തുകൊണ്ടിരുന്നു. അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടായിരുന്നു എന്ന് പറയുന്നതിന് യാതൊരു സംശയമില്ല. पिछले कई दिनों से लगातार हम परमेश्वर के वचनों का अध्ययन और मनन कर रहे हैं और हमारे मसीह जीवन के लिए एक अच्छा एक संग्रहण हमें मिल चुका है. इस बात को कहने में कोई अतिशयोक्ति नहीं है. ഇന്നത്തെ വചനത്തിന്റെ ആസ്പദമാക്കി നമുക്ക് സങ്കീർത്തന 53-ന്റെ 6-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. आज के इस संदेश के शुरुआत में भजन संहिता 53 उसका 6वां वचन हम पढ़ेंगे. भला होता कि इस्राएल का पूरा उद्धार सिय्योन से निकलता. जब परमेश्वर अपनी प्रजा को बंधुआई से लौटा ले आएगा तब याकूब मगन और इस्राएल आनंदित होगा. ഇവിടെ നാം കാണുന്നത് ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും എന്ന് നാം കാണുന്നു. यहाँ हमने पढ़ा कि जब परमेश्वर अपने लोगों की स्थिति को बदल देता है तो याकूब मगन होता है और इस्राएल आनंदित होता है. ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിൽ ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിച്ച ദൈവജനമാണ്. इस्राएल लोगों की यात्रा के दौरान परमेश्वर के वायदों को उन्हें दिया गया था. ഇന്ന് ഞാൻ പറയുന്നതിന്റെ ടോപ്പിക്ക് സ്ഥിതി മാറ്റുന്ന ദൈവത്തെ കുറിച്ചാണ്. आज के संदेश का मेरा विषय यह है कि एक ऐसा परमेश्वर जो हमारी स्थितियों को बदल देता है. അതെ, ഇവിടെ ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിൽ ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിച്ചത് ദൈവജനമാണ്. इस्राएल जन अपनी यात्रा के दौरान परमेश्वर के बहुत सारे वायदों को उन्हें दिया गया. ഈ ദൈവജനത്തിന്റെ യാത്രയിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരുടെ യാത്രയിൽ നേരിട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. और हम इन भागों को पढ़ेंगे तो अच्छी तरह से जान सकते हैं कि इन यात्राओं के दौरान कई प्रकार की विपरीत परिस्थितियों का सामना उनको करना पड़ा. എന്നാൽ ഈ പ്രതിസന്ധികളിലൊക്കെ ദൈവം അവർക്ക് തുണയായി നിന്നു. और ऐसे समय में भी परमेश्वर उनका एक सहारा था. പഴയ നിയമത്തിന്റെ പ്രാരംഭ പുസ്തകങ്ങൾ വായിച്ചു നോക്കുമ്പോൾ കഴിയുന്നതാണ് ഈ പ്രതിസന്ധികളൊക്കെ ഇസ്രായേൽ ജനത്തിന് വന്നതായിട്ട്. और पुराने नियम की आरंभिक पुस्तकों को आप पढ़ेंगे तो वहां पर हम पाएंगे इन इस्राएली लोगों की यात्रा के दौरान जो मुश्किलों का सामना करना पड़ा. എന്നാൽ നാം വായിച്ച ഈ വേദഭാഗത്തിന്റെ പ്രത്യേകത സ്ഥിതി മാറ്റുന്ന ഒരു ദൈവം. लेकिन जो भाग हमने अभी पढ़ा उसका विशेषता यह है कि एक ऐसा परमेश्वर जो परिस्थितियों को बदल देता है. എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായ ഒരവസ്ഥയിലേക്ക് അഥവാ നാം ചിന്തിക്കുവാൻ കഴിയാത്ത മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റുന്നത് അത്ഭുതമാകുന്ന പ്രവൃത്തിയാണ്. അതാണ് ഈ ദൈവം ഇവിടെ ചെയ്യുന്നത്. कहने का मतलब ये है कि हमारी पुरानी स्थिति जिसके बारे में हम सोच भी नहीं सकते थे उस पुरानी स्थिति से परमेश्वर अद्भुत रीति से हमारी स्थितियों को परिवर्तित कर देता है, हमारे अनुकूल बना देता है. वो परमेश्वर हमारा परमेश्वर है. സ്ഥിതി മാറ്റപ്പെട്ട ഒട്ടനവധി ആളുകളുടെയും വ്യക്തികളുടെയും വിവരങ്ങൾ ഉദാഹരണങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. परिस्थितियां बदले हुए कई लोगों के उदाहरण हम पवित्र शास्त्र में पुराने नियम में और नए नियम में हम पाते हैं. അതനുസരിച്ച് ബൈബിളിലെ 3-4 വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടായ സ്ഥിതി ദൈവം മാറ്റിയതിനെ കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. और उसी पर आधारित वचन में 3-4 लोगों का उदाहरण मैं दूंगा जिनके विषम परिस्थितियों को परमेश्वर ने बदल दिया. ഒന്നാമതായിട്ട് നമുക്ക് നോക്കുവാനായിട്ട് കഴിയുന്ന പഴയ നിയമത്തിൽ പ്രാധാന്യമുള്ള ഒരു പുസ്തകമാണ് ഇയ്യോബിന്റെ പുസ്തകം. पहले उदाहरण हम देखेंगे पुराने नियम की सर्व प्रमुख पुस्तकों में से एक अय्यूब की पुस्तक. ഈ വ്യക്തിയുടെ ജീവിതത്തിന്റെ പ്രാരംഭ സമയവും അതിനുശേഷവും തന്റെ ജീവിതത്തിന്റെ മുമ്പിൽ വന്ന പ്രതികൂലങ്ങളെയൊക്കെയും നമുക്ക് ആ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. अय्यूब की पुस्तक हम पढ़ेंगे, हम देखेंगे कि शुरुआत में उसका जीवन कैसा था और कैसी परिस्थितियां उसकी बदल गई. ये भाग हम इन पुस्तकों में पढ़ सकते हैं. എന്നാൽ യഹോവയായ ദൈവം തന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത പ്രവർത്തികളാണ് ദൈവം ഇയ്യോബിനെ കുറിച്ച് പറയുന്നത്. और यहोवा परमेश्वर ने उसके जीवन में जो अद्भुत काम किया उसके बारे में यहोवा कहता है अय्यूब के बारे में.
ദൈവം തന്നെ യോബിനെ കുറിച്ച് പറയുന്ന നേരുള്ളവൻ, ദോഷം വിട്ടകലുന്നവൻ, നിഷ്കളങ്കൻ, ദൈവഭക്തൻ എന്ന ശാസ്ത്രത്തിന്റെ ഒരു പട്ടിക തന്നെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. अय्यूब के बारे में यहोवा परमेश्वर ही बहुत सारी गवाही देता है। वो खरा मनुष्य है, वो सच्चा मनुष्य है, बुराइयों से अलग रहने वाला मनुष्य। इस प्रकार से बहुत सारे लंबा चौड़ा वृत्तांत वहां पर प्रभु यहोवा परमेश्वर उसकी गवाही में देता है। എന്നാൽ തന്റെ ജീവിതത്തില് അതിനുശേഷമായി വന്ന വലിയ പ്രതിസന്ധികളുടെ ഒരു പട്ടിക തന്നെ നമുക്ക് അറിയാം. और हम इस बात को भी अच्छी तरह से जानते हैं कि उसके बाद अय्यूब के जीवन में कितनी विपरीत या विषम परिस्थितियों का सामना उसको करना पड़ा। നമുക്കറിയാം യോബിന് തന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു. हम जानते हैं कि सबसे पहले उसका धन दौलत नष्ट हो गया, തന്റെ മക്കൾ തനിക്ക് നഷ്ടപ്പെട്ടു, उसके बच्चे नष्ट हो गए, തനിക്ക് അനുകൂലമായി എന്ന് ചിന്തിച്ച സ്നേഹിതന്മാരും കുടുംബം പോലും തനിക്ക് വിരോധമായി സംസാരിച്ചു തുടങ്ങി. और उसके साथ में जो लोग थे वो सोचता कि उसके मित्र लोग साथ हैं, उसके परिवार के लोग उसके साथ हैं, लेकिन इन लोगों ने भी उसके विपरीत में बात किया, उसके विरोध में बात किया। ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും സഹിക്കാൻ കഴിയാത്ത വിഷമമാണ് ഏറ്റവും തന്റെ പ്രിയപ്പെട്ടവരിൽ നിന്നുണ്ടാകുന്ന മാനസികമായ മാറ്റം. एक व्यक्ति के जीवन में सबसे बड़ा दुख का कारण वो है कि उसके प्रिय लोग, उसके साथ के लोग उसके विरोध में हो जाते हैं। അതുമല്ല, അവരിൽ നിന്ന് മുറിപ്പെടുത്തുന്ന വാക്കുകളൊക്കെയും യോബിന് കേൾക്കേണ്ടി വന്നു. और उनकी बहुत सारे टीका टिप्पणियों को उसको सुनना पड़ा अय्यूब को। ഒന്നിനു പുറകെ ഒന്നായി അടിക്കുമ്പോഴും യോബ് പറയുന്നു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായിട്ട് തന്നെ കാത്തിരിക്കും. एक के बाद एक लोगों ने उसको बुरा भला कहने लगा, लेकिन वो कहता है कि अगर वो मुझे मार भी डाले तो भी मैं उसके संग रहूंगा। ദൈവത്തെ വിട്ടുകളയാനും അതെ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാൻ പറഞ്ഞപ്പോഴും യോബ് തന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തോടുള്ള ബന്ധം വിട്ടുകളയുന്നില്ല. उससे ये भी कहा गया कि यहोवा परमेश्वर को त्याग दे, उसका मनन करना छोड़ दे, फिर भी अपने हृदय अंतर मन में वो परमेश्वर को कभी भी नहीं छोड़ा। എന്നാൽ ഏറിയ വർഷങ്ങൾ നാളുകൾ യോബിന്റെ ജീവിതത്തിലെ ഈ പ്രതിസന്ധികൾ കടന്നുപോയപ്പോഴും യോബ് അതിലെല്ലാം സഹിക്കുവാൻ ഇടവന്നു. और बहुत वर्षों तक इस प्रकार की विषम परिस्थितियों से होकर अय्यूब गुजरा, लेकिन इन सारी परिस्थिति को वो सहता रहा। യോബിന് തന്റെ ശരീരത്തിൽ ഏറ്റ മുറിവുകളും വ്രണങ്ങളെല്ലാം പൊട്ടി ഒലിച്ചപ്പോഴും താൻ ഓട്ടുകഷ്ണം കൊണ്ട് ചിരണ്ടി അതിലൂടെ ആശ്വാസം കണ്ടപ്പോഴും അതിനേക്കാളെല്ലാം ഉയരത്തുള്ള ദൈവത്തെ നോക്കി അവൻ ആശ്വസിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. अय्यूब के शरीर में बहुत सारे फोड़े हो गए थे, उन फोड़े पक के उसमें से पस निकल रहे थे। ऐसे अवसरों पर जब बहुत खुजली होती थी उसे खपरेल से खुजलाता था। ऐसे अवसरों पर भी उसने परमेश्वर को नहीं छोड़ा। അതിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം തനിക്ക് മനസ്സിലാക്കുവാനും അതില് യോബ് സന്തോഷിക്കുന്നതും കാണുവാനായിട്ട് കഴിയും. और वो परमेश्वर की उपस्थिति को समझा और उसमें वो आनंदित रहा। യോബ് 42:10 നാം ഇങ്ങനെ വായിക്കുന്നു, യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ സ്ഥിതിക്ക് ഭേദം വന്നു. अय्यूब की पुस्तक 42वें अध्याय के 10वें वचन में हम इस प्रकार से पढ़ते हैं, जब अय्यूब ने अपने मित्रों के लिए प्रार्थना की तब यहोवा ने उसका सारा दुख दूर कर दिया। തന്നെ എതിർക്കുന്നവർക്ക് വേണ്ടി, തനിക്ക് വിരോധമായി സംസാരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ യോബ് തുടങ്ങി. अय्यूब के विरुद्ध में बात करने वालों के लिए अय्यूब प्रार्थना करना शुरू किया। യോബ് പ്രാർത്ഥിച്ചപ്പോൾ തന്റെ സ്ഥിതിക്ക് ഭേദം വന്നു. और अय्यूब ने प्रार्थना की, विनती की तो उसकी स्थिति बदलने लगी। ഇത് നമുക്ക് ഒരു ഉദാഹരണമാണ്, ഒരു പാഠമാണ്. ये हमारे लिए एक सीख है, हमारे लिए एक उदाहरण है। ഈ ലോകമായിരിക്കുമ്പോൾ നമുക്ക് പ്രതികൂലങ്ങൾ വരും. हमारे जीवन में भी विपरीत परिस्थितियां आ सकती हैं। എങ്ങനെയാണ് പ്രതികൂലത്തെ അതിജീവിക്കേണ്ടത് എന്ന് ചിന്തിക്കുമ്പോഴും എന്നാൽ യോബിന്റെ ജീവിതത്തിൽ വന്ന മാറ്റം ദൈവം അവന് ഭേദം വരുത്തിയതായിട്ട് നമ്മൾ വായിക്കുന്നു. कैसे इस विषम परिस्थितियों से हमें छुटकारा प्राप्त करें, यहाँ पर हम देखते हैं कि अय्यूब की स्थिति को परमेश्वर ने बदल दिया।
അതെ, ഇയ്യോബിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. और अय्यूब की स्थिति को बदलने वाला परमेश्वर आज हमारे जीवन में भी काम करता है और हमारी भी विषम परिस्थितियों को बदलने के योग्य है, बदलेगा वो। അതെ, ഇയ്യോബിന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം ഇരട്ടിയായി തിരിച്ചു കൊടുത്തതായിട്ട് നാം കാണുന്നുണ്ട്. और हम आगे पढ़ते हैं कि अय्यूब को जो भी उसने गवाया उसका दुगना उसको वापस मिला। അതെ, ഇയ്യോബിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയ ദൈവം. और ऐसा परमेश्वर जिसने अय्यूब की परिस्थिति को पूरी रीति से बदल दिया। രണ്ടാമതായിട്ട് നാം കാണുന്നത് വായിച്ച സങ്കീർത്തനത്തിൽ തന്നെയാണ്. ദൈവം തന്റെ ജനത്തിന് സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. और दूसरी बात हम देखते हैं कि जो भजन संहिता हमने पढ़ा 53वां अध्याय, वहां पर हम देखते हैं कि जब लोगों की परिस्थिति बदलती है तो याकूब आनंदित और याकूब मगन और इस्राएल आनंदित होता है। ഇസ്രായേൽ ജനം അടിമത്തത്തിൽ കിടന്നപ്പോൾ ദൈവത്തോട് അവർ നിലവിളിക്കുകയാണ്. जब गुलामी की अवस्था में इस्राएली लोग परमेश्वर को चिल्ला चिल्ला कर पुकारते हैं, അതേ, അവരുടെ കഷ്ടത യഹോവയായ ദൈവം കണ്ട് അവരുടെ നിലവിളി കേട്ട് അവർക്ക് വിടുവിക്കപ്പെടുന്നതിന് ദൈവം മോശയെ എഴുന്നേൽപ്പിക്കുന്നത്. परमेश्वर ने उनकी अवस्था को देखकर तरस खाया और उनके बीच में से मूसा को तैयार किया जो उनको छुड़ाने वाला बना। തുടർന്ന് മിസ്രൈമിൽ നിന്നുള്ള യാത്രയിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി കാണുവാൻ കഴിയുന്നു. और मिस्र देश से जो यात्रा वायदे के देश की ओर निकले तो वहां कई अद्भुत काम यहोवा ने उनके लिए किया। അതെ, പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായി ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയാകുന്ന കരം അനേക പ്രാവശ്യം അവർ കണ്ടു. कई बार परमेश्वर के अद्भुत काम करने वाले हाथों को उन्होंने देखा। दिन के समय आकाश के खंबे, बादल के खंबे और रात के समय अग्नि के खंभों से होकर उनको गुजारा उसने। അതേ, ദൈവം ഇസ്രായേലിന് വേണ്ടി അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നു. और अद्भुत काम इस्राएली जनता के लिए यहोवा परमेश्वर करता रहा। അതെ, ഫറവോന്റെ സൈന്യം അവരെ പിന്തുടർന്നപ്പോൾ ഫറവോന്റെ സൈന്യത്തെ ചെങ്കടലിൽ തള്ളിയിട്ട് അവരെ നശിപ്പിച്ചു ആ ദൈവം. और वही परमेश्वर फिरौन की सेना ने जब उनका पीछा किया तो लाल समुद्र में उनको पूरी रीति से डुबाकर नष्ट कर दिया फिरौन की सेना को यहोवा परमेश्वर। ഇവിടെ നാം കാണുന്നത് ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. और यह हमने पढ़ा कि जब परमेश्वर लोगों की स्थिति बंधुआई से जब उनको लौटा ले आया तो याकूब मगन हुआ और इस्राएल आनंदित हुआ। ആരാണ് യാക്കോബ്? कौन है यह याकूब? യാക്കോബിന്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. और याकूब का एक अन्य नाम जो यहोवा ने दिया वो इस्राएल था। ഇവിടെ നാം കാണുന്നത് എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിലുള്ള സന്തോഷമല്ല. और जब हम यहाँ पर हम पढ़कर समझ पाते हैं कि जब परमेश्वर लोगों की स्थिति बदलता है तो एक व्यक्ति की व्यक्तिगत आनंद नहीं, പിന്നെ ഒരു സമൂഹം മുഴുവനായി, ഒരു രാജ്യം മുഴുവനായി ദൈവത്തിലുള്ള സന്തോഷം. लेकिन वहां पर हम देखते हैं कि वहां पूरा एक समूह, एक पूरा देश वहां पर उस छुटकारे को प्राप्त कर आनंदित होता है। അതെ, മുൻപില് യാക്കോബിന്റെ പേര് യാക്കോബ് എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ ഇസ്രായേലായിട്ട് മാറി. യാക്കോബ് തന്നെയല്ല സന്തോഷിക്കുന്നത്, ഒരു ജനം മുഴുവനും, ഇസ്രായേൽ ജനം മുഴുവനും, അത് മാത്രമല്ല ഒരു രാജ്യം മുഴുവനും സന്തോഷിക്കുന്നതായിട്ട് നാം കാണുന്നു. पहले उसका नाम याकूब था, बाद में उसका नाम इस्राएल हो गया। और हम देखते हैं आगे पढ़कर ये इस्राएली जनता पूरी जब बंधुआई से छूट कर आई तो वो आनंदित हुई। ഒരു കാര്യം നാം മനസ്സിലാക്കുക, നമ്മുടെ സ്ഥിതി മാറ്റുവാൻ കഴിയുന്ന ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത്. हम इस बात को अच्छी तरह से याद रखें कि हम उस परमेश्वर पर भरोसा रखते हैं जो हमारी स्थितियों को बदल देता है। അതെ, നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളെ അറിഞ്ഞ് യഥാർത്ഥമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത്. हमारी जीवन की आवश्यकताओं को जानकर काम करने वाले परमेश्वर पर हम भरोसा रखते हैं। ആ കാര്യം നാം ഒരിക്കലും മറന്നു പോകാൻ കഴിയുന്നതല്ല. इस बात को हम कभी भी नहीं भूल सकते। അതെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും നമ്മുടെ പഴയ ജീവിതത്തിന്റെ അതേ ഒരു സ്ഥിതി മാറ്റുവാൻ ഇന്നും നമ്മുടെ കർത്താവിന് കഴിയും. हमारे जीवन में कितनी भी विषम परिस्थितियां क्यों ना हो, हमारी इन विषम परिस्थितियों को आज भी बदलने के काबिल है हमारा प्रभु। അതെ, ഇസ്രായേൽ ജനത്തിന്റെ കരച്ചിൽ കണ്ട് അവരുടെ നിലവിളി കേട്ട്
ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് അവരെ കനാനിലേക്ക് കൊണ്ടുപോയി. और इस्राएली जनते की चिल्लाहट और उनके रोने को सुनकर यहोवा परमेश्वर मिस्र देश के उस गुलामी में से निकालकर कनान देश की ओर उनको ले गया. അവരെ പിറുവിറുത്തപ്പോഴൊക്കെയും അവര് പറഞ്ഞതൊക്കെയും അവർക്ക് കൊടുത്ത ദൈവം, और उन लोग रास्ते में कई प्रकार की कुड़कुड़ाहट की, बुड़बुड़ाए उन्होंने, लेकिन जो जो मांगा परमेश्वर ने उनको दिया. അതെ, അവരുടെ ആഹാരത്തിനായി മന്നയും കാടപ്പക്ഷിയെയും കൊടുത്തു. और उनको रास्ते में भोजन के लिए मन्ना उसने खिलाया, बटेर को उसने खिलाया. അതെ, വെള്ളമില്ലായിരുന്ന സമയത്തും അവർക്ക് വെള്ളം കൊടുത്തു. और जब पानी नहीं था तो उनको पानी के झरने बहा दिया उनके लिए. എന്ന് വേണ്ട അവരുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം അവരോട് കൂടി ഉണ്ടായിരുന്നു. അവരെ അത്ഭുതമായി നടത്തി കാനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോയ ഒരു ദൈവമാണ് ഇന്നും നമ്മോട് കൂടെ ഉള്ളത്. और उनके जीवन की हर परिस्थिति में उनकी सहायता करने वाला परमेश्वर, उनको कनान देश की ओर ले जाने वाला परमेश्वर, आज भी वही परमेश्वर हमारे साथ भी है. അതെ, ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും. यहोवा परमेश्वर अपने लोगों की परिस्थितियों को बदलने के योग्य है. മൂന്നാമതായിട്ട് നാം നോക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 10 മുതൽ 13 വരെയുള്ള വാക്യമാണ്. तीसरी बात हम देखते हैं कि लूका रचित सुसमाचार 13वां अध्याय उसके 10 से लेकर 13 वचन तक हम पढ़ेंगे. सप्त के दिन वह एक आराधनालय में उपदेश कर रहा था, और देखो एक स्त्री थी जिसे 18 वर्ष से एक दुर्बल करने वाली दुष्टात्मा लगी थी, और वह कुबड़ी हो गई थी और किसी रीति से सीधी नहीं हो सकती थी. यीशु ने उसे देखकर बुलाया और कहा, हे नारी, तू अपनी दुर्बलता से छूट गई. तब उसने उस पर हाथ रखे और वह तुरंत सीधी हो गई और परमेश्वर की बड़ाई करने लगी. ഇവിടെ നാം കാണുന്നത് ഒരു കൂനിയായ സ്ത്രീയെ യേശു സൗഖ്യം ആക്കുന്നതാണ്. यहाँ पर हम देखते हैं कि एक कुबड़ी स्त्री को प्रभु यीशु मसीह चंगा करता है. അതെ, കൂനിയായ സ്ത്രീയുടെ സംഭവ ചരിത്രം അവിടെ വിവരിക്കുകയാണ്. वहां पर उसकी परिस्थिति के बारे में वहां पर वर्णन है, हमने अभी सुना. അവിടെ ആ സ്ത്രീയെ യേശു സൗഖ്യമാക്കുന്നതായിട്ട് നാം കാണുന്നു. उस स्त्री को प्रभु यीशु मसीह चंगा करता है. ആ സ്ത്രീയുടെ പ്രത്യേകത നമുക്കറിയാം, കൂനിയായി നടക്കുന്ന ഒരു സ്ത്രീയാണ്. और वो स्त्री बीमार थी और कुबड़ी थी. വളരെ ബുദ്ധിമുട്ട് ഉള്ള യാത്രയാണ് അവളുടേത്. और इस कुबड़ापन के कारण बहुत ही कष्टों से होकर वो जीवन यापन कर रही थी. അവിടെ നാം വായിക്കുന്നത് അവൾ ദേവാലയത്തിൽ പോകുന്ന സ്ത്രീ ആയിരുന്നു. और वहां पर हम पढ़ते हैं कि वो ऐसी स्त्री थी जो आराधनालय निरंतर जाती थी. അതുമാത്രമല്ല 18 വർഷമായി രോഗബാധിതയായി കഴിയുന്ന സ്ത്രീ. लेकिन 18 वर्षों से वो रोगी थी. എന്നിരുന്നാലും അവള് ദേവാലയത്തിൽ പോകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. लेकिन वास्तविकता ये है कि इस विषम परिस्थिति में भी वो लगातार आराधनालय में जाती थी. അതെ, ശാരീരികമായി സ്ത്രീക്ക് പ്രയാസമുണ്ടെങ്കിലും മാനസികമായി പ്രയാസമുണ്ടെങ്കിലും താൻ ദേവാലയത്തിൽ പോകാൻ ഉത്സാഹിയായിരുന്നു. शारीरिक रूप से भी बीमार थी, मानसिक रूप से कष्टों में थी, लेकिन आराधनालय में जाने के लिए वो हमेशा तैयार रहती थी. അതെ, ഈ സ്ത്രീയുടെ അനുഭവത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഒന്ന് നമുക്ക് മനസ്സിലാക്കുവാനും കഴിയും, കൂനിയായി നടക്കുന്ന ഒരു സ്ത്രീ. इस स्त्री के बारे में हम याद करते हैं तो यही याद आता है कि वो कुबड़ी स्त्री थी. അത് നമുക്കറിയാം, ആ കൂനിയായ സ്ത്രീ നടക്കുമ്പോൾ മനുഷ്യന്റെ മുഖം കാണുവാനായിട്ട് കഴിയുന്നില്ല. कुबड़ापन ऐसा अवस्था है जब वो चलते हैं तो मनुष्य का चेहरा वो नहीं देख पाते. അതെ, മനുഷ്യന്റെ കാൽപാദം കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന ആ സ്ത്രീ. और ऐसी परिस्थिति रहती कि जिनको वो देखते हैं उनके पैरों को देखकर ही वो चल पाते हैं. അത് മാത്രമല്ല, ശരീരത്തിന്റെ ബലഹീനത നിമിത്തം വളരെ വേദനയോടെ യാത്ര ചെയ്യുന്ന സ്ത്രീ. और साथ ही साथ शरीर की इस दुर्बलता के कारण कई कष्टों से होकर वो गुजर रही थी. മാത്രമല്ല, തന്റെ യാത്രയിൽ പലപ്പോഴും തന്റെ ബന്ധുക്കൾ പോലും തന്നെ അകറ്റി നിർത്തി കാണും. और हो सकता है कि इस दुर्बलता की अवस्था में, बीमारी की अवस्था में उसके साथी रिश्तेदार भी उसको त्याग दिए होंगे. കാരണം കൂനിയായ സ്ത്രീയുടെ മക്കൾ ബന്ധുക്കൾ എന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കാത്തവരാണ് അവളോട് കൂടി ഉള്ളത്. और वहां पर उसके बारे में, उसके बेटे, उसके रिश्तेदार के बारे में कहीं हम नहीं पाते कुछ भी. പലപ്പോഴും ആ കൂനിയായ സ്ത്രീ തനിച്ചാണ് ദേവാലയത്തിൽ പോയിക്കൊണ്ടിരുന്നത്. कई बार वो
आराधनालय में अकेली ही जाती थी। ഇങ്ങനെ പ്രതിസന്ധിയിലൂടെ നടന്നു നീങ്ങുന്ന ഈ സ്ത്രീയെയാണ് യേശു കാണുന്നത്. इस विपरीत परिस्थितियों से होकर गुजरने वाली स्त्री की ओर प्रभु यीशु मसीह की नजर गई। ഇവിടെ നാം കാണുന്ന പരീശന്മാരും ശാസ്ത്രിമാരും സദൂക്യരും ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് പുരോഹിതന്മാരും ഉണ്ടായിരുന്നു ആ ദേവാലയത്തിൽ. वहां पर फरूसी सदीकी सब लोग थे, याजक लोग वहां थे उस आराधनालय में। എന്നിരുന്നാലും ഇത്ര പേർ ഉണ്ടായിരുന്നാലും അവളുടെ പ്രശ്നത്തെ മനസ്സിലാക്കുവാൻ അവിടെ ആർക്കും കഴിഞ്ഞില്ല. इतने लोग वहां पर थे, लेकिन किसी ने भी उसकी उस बीमारी को नहीं समझ पाए। എന്നാൽ സാക്ഷാൽ യേശു ക്രിസ്തു അവളെ കണ്ടു. लेकिन प्रभु यीशु मसीह ने उसकी ओर देखा അതെ, അവളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുവാനായിട്ട് യേശുവിന് കഴിഞ്ഞു. और प्रभु यीशु मसीह ने उसकी दुर्बलता को समझा। ആളുകൾ കൂടെ നിൽക്കുന്നത് അവളെക്കാൾ ശ്രേഷ്ഠന്മാരായ ആളുകൾ ആ ദേവാലയത്തിനകത്തുണ്ട്. उससे भी श्रेष्ठ लोग संभवतः उस देवालय में उस दिन होंगे। എത്ര ഉന്നതരായ ആളുകൾ ആ ദേവാലയത്തിലുണ്ട്. और बहुत ही अच्छे नामी पदवी वाले लोग, नामी गिरामी लोग वहां हो सकते हैं। എങ്കിലും ഈ യേശു കൂനിയ സ്ത്രീയുടെ വേദന അറിഞ്ഞ് അവളെ അടുക്കിലേക്ക് വിളിക്കുകയാണ്. लेकिन ये प्रभु यीशु मसीह उस कुबड़ी स्त्री की दुर्बलता को देखकर उसके पास जाकर उसको पुकारते हैं। അവിടെ യേശു അവളോട് പറയുന്ന, സ്നേഹത്തോട് പറയുന്ന ഒരു പദമുണ്ട്, സ്ത്രീയെ നിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു. बड़े प्रेम से प्रभु यीशु मसीह उससे कहते हैं कि हे नारी, तेरी दुर्बलता से तू अब छूट गई। യേശു അത് പറഞ്ഞ മാത്രയില് ദുരാത്മാവ് അവളെ വിട്ടുമാറി, അവളുടെ ശരീരത്തിന്മേൽ വേദന മാറി, അവള് പൂർണ്ണ സൗഖ്യം പ്രാപിച്ചതായിട്ട് നാം കാണുന്നു. അവിടെ जैसे ही प्रभु यीशु मसीह के वो शब्द उसके कानों में पड़े, तुरंत दुष्ट आत्मा उससे दूर होकर चली गई। उसके शरीर की वेदना, दर्द चला गया और वो पूरी रीति से चंगी और सीधी हो गई। അതെ, യേശു പൂർണ്ണമായി അവൾക്ക് സൗഖ്യം കൊടുത്തു. पूरी रीति से प्रभु यीशु मसीह ने उसको चंगाई दिया। അതെ, മറ്റുള്ളവരുടെ കാൽപാദം കണ്ട് യാത്ര ചെയ്യുന്ന സ്ത്രീയായിരുന്നു അവൾ. अब तक उसका जीवन ऐसा था कि दूसरों के पैरों की ओर देखकर वो आगे बढ़ती थी, यात्रा करती थी। എന്നാൽ അവൾക്ക് സൗഖ്യം വന്നപ്പോൾ അവളുടെ ജീവിതത്തിലും വ്യത്യാസം വന്നു. लेकिन जब उसको चंगाई मिला तो उसकी विषम परिस्थिति बदल गई। അവൾ ആദ്യം കാണുന്നത് യേശുക്രിസ്തുവിന്റെ മുഖമാണ്. और वो सबसे पहले देखते ही है प्रभु यीशु मसीह का चेहरा। അതെ, യേശുവിന്റെ മുഖത്തേക്കാണ് അവൾ സൂക്ഷിച്ചു നോക്കിയത്. और बड़े ध्यान से वो प्रभु यीशु मसीह की चेहरे की ओर ताकती है। അതെ, ഇത്രയും നാൾ വളരെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നിട്ടും അവർക്കൊന്നും കഴിയാത്തതായ സ്നേഹം കർത്താവിന് അവളോട് തോന്നി. इतने दिन तक कई लोग वहां पर थे उसके साथ, लेकिन प्रभु यीशु मसीह ने उससे प्रेम किया उस दिन। അതെ, യേശു അവളുടെ രോഗം സൗഖ്യമാക്കി കണ്ടുകൊണ്ട് യേശുവിനെ അവൾ മഹത്വപ്പെടുത്തുകയാണ്. और प्रभु यीशु मसीह ने उसकी रोग से उसको चंगाई दी और उसके कारण वो स्त्री उसकी महिमा करती है, बड़ाई അതെ, ഈ करती है। കുനിയായ സ്ത്രീയുടെ ബന്ധനത്തെ യേശു അഴിച്ചു. प्रभु यीशु मसीह ने उसके बंधे हुए बंधनों को खोल दिया। അതെ, കുനിയായ സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധിയെ യേശു സൗഖ്യമാക്കി. उस कुबड़ी स्त्री की सबसे बड़ी बीमारी थी, उस बीमारी को प्रभु यीशु मसीह ने, कुबड़ापन जो था, उसको चंगा कर दिया। അതെ, ഈ സ്ത്രീയോട് ബന്ധത്തിച്ച് പറയുകയാണ്, 3 കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. इस स्त्री के संबंध में 3 बातों को वहां पर पाते हैं। അവിടെ നാം കാണുന്നത് 18 വർഷമായുള്ള രോഗം. 18 वर्ष से वो बीमार थी। രണ്ടാമതായിട്ട് നാം കാണുന്ന ചികിത്സിച്ച് ഭേദമാവാൻ കഴിയാത്ത രോഗം. और ऐसा बीमारी था, दूसरी बात ऐसा है कि ऐसी बीमारी थी जो चिकित्सा करने के बाद भी चंगाई नहीं मिली। മൂന്നാമതായിട്ട് സാത്താനാൽ ബന്ധിക്കപ്പെട്ട രോഗം. और तीसरा ऐसा बीमारी था जो दुष्टात्मा से ग्रस्त थी। അതെ, കർത്താവിനോട് സംബന്ധിച്ച് നാം നോക്കുകയാണെങ്കിൽ 3 കാര്യം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. प्रभु यीशु मसीह के बारे में हम सोचे तो वहां भी हम 3 बातों को पाते हैं। എല്ലാവരും കാണാത്ത കാര്യം കർത്താവ് കണ്ടു. और किसी ने भी आज तक उसकी स्थिति को नहीं देखा, प्रभु यीशु मसीह ने देखा। രണ്ടാമതായിട്ട് നാം കാണുന്നത് അവന്റെ അടുക്കിലേക്ക് വിളിക്കുന്ന ഒരു കർത്താവ്, സ്ത്രീയെ യേശുവിന്റെ അടുക്കിലേക്ക് വിളിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. हम दूसरी बात हम देखते हैं कि ऐसे प्रभु को देखते हैं जो स्त्री को अपने पास बुलाता है। മൂന്നാമതായിട്ട് നാം കാണുന്നത് രോഗിയുടെ മേൽ കൈവച്ച് അവൾക്ക് സൗഖ്യം നൽകുന്ന ഒരു കർത്താവ്. और ऐसे प्रभु को हम देखते हैं तीसरी बात में कि
उस रोगी पर छूकर उनको वो चंगाई देता है। അതേ ഈ കൂനിയായ സ്ത്രീയുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയ കർത്താവ്. और ऐसा प्रभु है जो उस कुबड़ी स्त्री की स्थिति को परिवर्तित कर देता है। അതേ കൂനിയായ സ്ത്രീ അതേ മറ്റുള്ളവരുടെ കാൽപാദം കണ്ടും അതേ ആ ഫുട്പാത്തിലെ തറകൾ കണ്ടും യാത്ര ചെയ്ത ആ സ്ത്രീയെ ഇന്ന് ആ സ്ത്രീയുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. और वो एक स्त्री ऐसा था, उसका जीवन झुके होने के कारण हमेशा लोगों के पैरों को ही देख पाती थी, और वो जो रास्ते से गुजरती थी रास्ते ही उसके नीचे, पैर के नीचे की चीजों को ही वो देख पाती थी। അതെ ഇന്ന് അവളെ സൗഖ്യം പ്രാപിച്ചപ്പോൾ ആദ്യം കാണുന്നത് കർത്താവിന്റെ മുഖമാണ്. प्रभु यीशु मसीह ने उसको चंगा किया, और आज चंगाई प्राप्त करने के बाद जब सीधी खड़ी हुई तो सबसे पहले उसने प्रभु यीशु मसीह के मुंह को देखा, चेहरे को देखा। അതെ കർത്താവ് അവളുടെ രോഗത്തിന് സൗഖ്യം നൽകിയതുകൊണ്ട് അവൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. और चूंकि प्रभु यीशु मसीह ने उसकी रोग से उसको चंगाई दिया, इसलिए वो परमेश्वर की बढ़ाई करने लगी। അതെ നമ്മുടെ ജീവിതത്തിലും കർത്താവ് ഏത് പരിസ്ഥിതി നടുവിലും അതേ സ്ഥിതി മാറ്റം ചെയ്യുന്ന ഒരു കർത്താവാണ് ഇന്നും നമ്മോട് കൂടെ ഉള്ളത്. आज भी हमारा प्रभु ऐसा है कि हमारी सारी परिस्थितियों को बदलने के योग्य परमेश्वर है। നാലാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന മത്തായിയുടെ ദിവസം 12-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യമാണ്. और चौथी बात हम वहां पर पढ़ते हैं 12वें अध्याय में, मत्ती सुसमाचार उसका 22वां वचन हम देखें। मत्ती 12 उसका 22। तब लोग एक अंधे गूंगे को जिसमें दुष्ट आत्मा थी उसके पास लाए, और उसने उसे अच्छा किया, और वह गूंगा बोलने और देखने लगा। ഈ മത്തായിയുടെ വിഷയം 12-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഒരു കുടിരന ഒരു മനുഷ്യനെ കുറിച്ചാണ്. इस 22वें वचन में हमने पढ़ा एक व्यक्ति जो अंधा और गूंगा है। അവിടെ നാം കാണുന്ന കുരുടനായ മനുഷ്യൻ, ഊമനായ ഒരു മനുഷ്യൻ, ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യൻ, 3 കാര്യങ്ങളാണ് ആ മനുഷ്യനെ കുറിച്ച് നാം കാണുന്നത്. उस व्यक्ति के बारे में 3 बातें वहां लिखी गई है। वो अंधा है, वो गूंगा है, और वो दुष्ट आत्मा से ग्रसित है। അങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് കർത്താവ് സൗഖ്യമാക്കുന്നത്. ऐसे एक व्यक्ति को प्रभु यीशु मसीह चंगा करता है। നമുക്കറിയാം യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ അനേകരെ സൗഖ്യമാക്കി. प्रभु यीशु मसीह की सेवकाई के दौरान प्रभु यीशु मसीह ने बहुत सारे लोगों को चंगा किया। അതിൽ നമുക്കറിയാം കുരുടനെ സൗഖ്യമാക്കി, ഊമരനെ സൗഖ്യമാക്കി, ഭൂതഗ്രസ്തരെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, അത്ഭുത പ്രവർത്തികളൊക്കെയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. प्रभु यीशु मसीह अपने सेवा काल के दौरान इस प्रकार से अंधों को उसने आंखें दी, गूंगे बोलने लायक बने, और दुष्ट आत्माओं को उसने निकाला, यहाँ तक मृतकों को भी प्रभु यीशु मसीह ने जिलाया। ഇവിടെ നാം താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പരീശന്മാരും സദൂക്യരും പറയുന്നു യേശു ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് ഇത് സൗഖ്യമാക്കുന്നതെന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. आगे हम पढ़ेंगे तो इस बात को समझ सकते हैं। फरीसियों ने और सदूकियों ने कहा कि वो दुष्ट आत्माओं के सरदार शैतान की सहायता से वो दुष्ट आत्माओं को निकालता है। എന്നാൽ യേശു അവരുടെ നിരൂപണം അറിഞ്ഞ് അവരോട് പറയുന്ന കാര്യമാണ് അതിന്റെ 25-26-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. और प्रभु यीशु मसीह उनके मनों की बात को जानकर बोलता है। वो भाग 25 और 26 वचन में हम पढ़ते हैं। उसने उनके मन की बात जानकर उनसे कहा, जिस किसी राज्य में फूट होती है वो उजड़ जाता है, और कोई नगर या घराना जिसमें फूट होती है बना न रहेगा। और यदि शैतान ही शैतान को निकाले तो वो अपना ही विरोधी हो गया है, फिर उसका राज्य क्यों कर बना रहेगा। ഇവിടെ നാം വായിച്ച വാക്യത്തിൽ ഈ മനുഷ്യനെ അലട്ടുന്ന 3 പ്രശ്നങ്ങളുണ്ട്. यहाँ पर 3 बीमारियों से वो ग्रस्त है व्यक्ति। ഒന്ന് അവൻ ഊമനായിരുന്നു, पहला वो गूंगा था, രണ്ടാമൻ കുരുടനായിരുന്നു, दूसरी बात वो अंधा था, മൂന്നാമതായിട്ട് അവൻ ഭൂതഗ്രസ്തനായ മനുഷ്യനുമായിരുന്നു. और तीसरी बात उसके जीवन में ये थी कि वो दुष्ट आत्मा से ग्रस्त था। അതെ സാധാരണ നിലയിൽ ഈ രോഗിയായ മനുഷ്യനെ മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളോടും കൂടെ പലയിടങ്ങളിലും സൗഖ്യത്തിനായിട്ട് കൊണ്ടുപോയിട്ട് കാണും. और संभवतः ये है कि उसके परिवार के लोग, उसके माता पिता, उसके रिश्तेदार कई जगह उसको इस बीमारी से इलाज कराने के लिए ले गए होंगे। അതെ ബാല്യകാലം മുതൽ തന്നെ ഈ മനുഷ്യൻ രോഗിയായി ഭാരപ്പെടുന്നതാണ്. और बचपन से ही इस प्रकार से वो बीमारी, इस प्रकार की इस बीमारी से वो ग्रस्त था। ഈ മനുഷ്യനെയാണ് യേശു സൗഖ്യമാക്കിയത്.
और इस व्यक्ति को प्रभु यीशु मसीह ने चंगा किया। നമുക്കറിയാം 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രനായ യേശുക്രിസ്തു പ്രത്യക്ഷനായി എന്ന് നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് കഴിയും. हम पहला यूहन्ना की पुस्तक पत्री 3रा अध्याय उसके 8वें वचन में हम पढ़ते हैं, जो पाप करता है वह शैतान की ओर से है, क्योंकि शैतान आरंभ से ही पाप करता है। परमेश्वर का पुत्र इसलिए प्रकट हुआ कि वह शैतान के कामों को नाश करे। ഇവിടെ നാം കാണുന്നത് മരുന്നിന് അതുപോലെ വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തത്, ലോകത്തിന് സാധിക്കാത്തത് യേശുക്രിസ്തുവിലൂടെ സാധിച്ചു കൊടുത്തു എന്ന് നാം ഇതിൽ നിന്ന് കാണുവാനായിട്ട് കഴിയും. इस बात से हम इस बात को समझ सकते हैं कि जो काम दवा नहीं कर सकी, जो काम मेडिकल साइंस नहीं कर सका, उस काम को प्रभु यीशु मसीह ने कर दिया। അതെ, ഇവിടെ യേശുക്രിസ്തു ഭൂതഗ്രസ്തനായ ഈ ഊമനായ മനുഷ്യനെ, ഈ കുരുടനായ മനുഷ്യനെ യേശു സൗഖ്യമാക്കുകയാണ്. इस अंधे, गूंगे और दुष्टात्मा से ग्रस्त व्यक्ति को प्रभु यीशु मसीह चंगा करता है। അതെ, മനുഷ്യർക്ക് അസാധ്യമായതിനെ യേശു സാധ്യമാക്കുകയാണ്. और जिस काम को मनुष्य नहीं कर सकता, उस काम को प्रभु यीशु मसीह कर रहा है। അതിപ്രധാനമായ 3 വിഷയങ്ങൾ നമുക്ക് ഇവിടെ ഓർക്കുവാനായിട്ട് കഴിയും. बहुत ही 3 महत्वपूर्ण बात यहाँ पर हम देख सकते हैं। അതെ, ഈ കുരുടനായ മനുഷ്യനെ ബാല്യം മുതൽ കാണേണ്ടത് കാണുവാനായിട്ട് കഴിയുന്നില്ല. ये अंधा व्यक्ति बचपन से जिन चीजों को देखना था उसको नहीं देख पा रहा था। കേൾക്കേണ്ടത് കേൾക്കുവാൻ കഴിഞ്ഞിട്ടില്ല. जो सुनना था वो नहीं सुन पा रहा था। അങ്ങനെയുള്ള ഈ മനുഷ്യനെയാണ് യേശുക്രിസ്തുവിന്റെ കരം തൊട്ട് സൗഖ്യമാക്കുന്നത്. ऐसे इस व्यक्ति को प्रभु यीशु मसीह चंगा करता है। അതെ, യേശു സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ വളരെ നാളുകളായി, വളരെ വർഷങ്ങളായി ഒന്നും കാണാത്ത മനുഷ്യൻ അന്നു മുതൽ അവൻ കാണുകയാണ്. और जब प्रभु यीशु मसीह ने उसको चंगा किया तो कई वर्षों से हो सकता है वो किसी चीज को नहीं देख पा रहा था, उस दिन से वो देखना शुरू करता है। അതെ, ബാല്യം മുതൽ സംസാരിക്കാൻ കഴിയാത്ത ഈ മനുഷ്യൻ അന്നു മുതൽ സംസാരിക്കാൻ തുടങ്ങി. बचपन से वो बात करने के लायक नहीं था, बोल नहीं सकता था, उस दिन से वो बोलना शुरू किया। അവന്റെ ശരീരത്തിലെ ദുർബോധത്തെ യേശു സൗഖ്യമാക്കി. और उसके शरीर की दुष्टात्मा को भी प्रभु यीशु मसीह ने निकाल दिया। അതെ, ഈ ഊമനായ മനുഷ്യൻ, കുരുടനായ മനുഷ്യൻ, യേശു അവന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. ये अंधे और गूंगे व्यक्ति की परिस्थिति को प्रभु यीशु मसीह ने बदल दिया। അതെ, നമ്മുടെ കർത്താവ് സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നതാണ്. हमारा परमेश्वर ऐसा है जो हमारी परिस्थिति को बदलने के योग्य है। ഇവിടെ നാം 4 ഉദാഹരണങ്ങൾ കണ്ടു. 4 उदाहरण हमने देखा। അതെ, ആദ്യമായി നാം കണ്ടത് ഇയ്യോബിന്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളുടെ നടുവില് ഇയ്യോബിനെ കർത്താവ് സ്ഥിതിക്ക് മാറ്റം വരുത്തി. सबसे पहले हमने देखा कि अय्यूब की विषम परिस्थिति को यहोवा परमेश्वर ने बदल दिया। അതെ, ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റി. इस्राएली जनता की परिस्थिति को यहोवा परमेश्वर ने बदल दिया। അതെ, മൂന്നാമതായിട്ട് നാം കണ്ടത് കൂനി നടന്ന സ്ത്രീ, അതെ, ആ സ്ത്രീയുടെ സ്ഥിതിക്ക് ഭേദം വരുത്തി. तीसरी बात हमने देखा कि वो कुबड़ी स्त्री थी, उसको प्रभु यीशु मसीह ने चंगा किया। അതെ, നാലാമതായിട്ട് നാം കണ്ടത് കുരുടനും ഊമനും ഭൂതഗ്രസ്തമായ മനുഷ്യനെ യേശു സൗഖ്യമാക്കി. चौथी बात हमने देखा कि अंधा, गूंगा और दुष्टात्मा से ग्रस्त व्यक्ति को प्रभु यीशु मसीह ने चंगा किया। യേശു അവന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. प्रभु यीशु मसीह ने उसकी परिस्थिति को बदल दिया। ഈ 4 ഭാഗത്തു നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് അനേക അനുഭവമുണ്ട്. इन चारों भागों से हमें सीखने के लिए बहुत सारी चीजें मिलती है। അതെ, നമ്മുടെ ഈ ജീവിത യാത്രയിൽ, ഇപ്പോൾ നാം സഞ്ചരിക്കുന്ന ഈ ജീവിത പാതയിൽ अभी जिस यात्रा में हम अपने जीवन से गुजर रहे हैं, എത്രയോ തവണ നാം മാനസികമായി വേദനയിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. कई ऐसा अवसर हमारे जीवन में आया है जो हम मानसिक क्लेश से होकर गुजरे। അത് എത്രയോ തവണ നമ്മുടെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങളെ ഓർത്ത് നാം വളരെ അധികം ഭാരപ്പെട്ടിട്ടുണ്ട്. कई बार हमारी परिस्थितियां विषम थी, उसके याद करते हुए हम बहुत ही बोझिल हो गए थे। എന്നാൽ ഒരു കാര്യം നാം മറന്നു പോകരുത്, നമ്മുടെ സ്ഥിതിയെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. एक बात हम कभी भी ना भूले कि ऐसा परमेश्वर हमारे साथ है जो हमारी परिस्थिति को बदल सकता है। അതെ, നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തുന്ന, നമ്മുടെ സ്ഥിതിയെ മാറ്റുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു.
आज भी हमारा वो परमेश्वर जीवित है जो हमारी परिस्थितियों को बदलने के काबिल है। അതെ, നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ തളർന്നു പോകേണ്ടവരല്ല നാം. और हमारे जीवन की इस परिस्थितियों में हम गिरने वाले ना हो। അതെ, ദൈവമക്കളായ നാം ഒരിക്കലും തളർന്നു പോകാനായിട്ട് പാടുള്ളതല്ല. और कभी भी परमेश्वर के लोग ना गिरे। അതെ, ദൈവമക്കളായ നാം ചെയ്യേണ്ടത് അനുകൂലമായ സാഹചര്യത്തെ ഓർത്ത് കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. हमारे जीवन के अनुकूल परिस्थितियों को याद करते हुए हम विश्वासियों के लिए जरूरी है कि परमेश्वर की स्तुति और बड़ाई हम करें। അവിടെ നാം കാണുന്ന ഈ സ്ഥിതിയിൽ ഇരിക്കുന്ന ജനം ഭാഗ്യമുള്ളതെന്നാണ് നാം വായിക്കുന്നത്. हम भागों को पढ़ते हैं कि धन्य ऐसे लोग जो ऐसी स्थिति में है। അതെ, അനേകരുടെ ജീവിതത്തിൽ മാറ്റം വരുത്ത കർത്താവ് ഇന്നും നമ്മോട് കൂടെ ഉണ്ട്. कईयों के जीवन को परिवर्तित कर देने वाला प्रभु यीशु मसीह आज भी हमारे साथ है। ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ആ ദൈവമാണ് ഇന്നും നമ്മോട് കൂടെ ഉള്ളത്. उस परमेश्वर पर हम भरोसा रखें, वही परमेश्वर आज भी हमारे साथ है। അതെ, ഈ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും കർത്താവ് നമ്മളെ എത്രയോ ഭദ്രമായിട്ടാണ് ഇന്നും ഈ ഭൂമുഖത്ത് നമ്മെ ഓർത്തിരുന്ന് അത് ഓർത്ത് നമ്മെ അവന് സ്തുതിയെ കരേറ്റാം. और इन दिनों की इस विषम परिस्थितियों में को याद करते हुए हम देखें कि कितनी अद्भुत रीति से प्रभु ने हमें अब तक चलाया, संभाला, सुरक्षित रखा। हम उसकी बड़ाई करें। അതെ, നമ്മുടെ സ്ഥിതിയെ മാറ്റുന്ന ഒരു കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ഉയരങ്ങളിൽ ജീവിക്കുന്നു. आज हमारी परिस्थिति को बदलने वाला परमेश्वर ऊंचाइयों में विराजमान है। അതെ, വരുന്ന ദിവസങ്ങളിൽ ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ സ്ഥിതിയെ മാറ്റുന്ന ഒരു കർത്താവ് ഏത് പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും വിഷമഘട്ടത്തിലും ദൈവത്തിൽ നമുക്ക് ആശ്രയിപ്പാനായിട്ടാണ് അവൻ നമ്മെ ആക്കിയിരിക്കുന്നത്. और हम आने वाले दिनों में भी हम किसी भी विषम परिस्थिति में क्यों ना हो, किसी भी परेशानी में क्यों ना हो, वो हमें सुरक्षित रखता है और चलाता है। അതെ, സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. और जब यहोवा परमेश्वर ने इस्राएली की बंधुआई से लौटाया बंधुआई से उनको लौटाया तो याकूब मगन हुआ और इस्राएल आनंदित हुआ। അതെ, സ്ഥിതി മാറ്റുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തുടരാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. हमारी परिस्थितियों को बदलने वाला परमेश्वर हमारे साथ है और उस परमेश्वर पर भरोसा रखते हुए हम जीवन यात्रा करें। परमेश्वर हमें से प्रत्येक की सहायता करे।